Hi viewers, today we are discussing the subject Labour Law and Industry Relation of BBA S5 under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic Functions of Labour Welfare Officer. So in this topic we can discuss who is a labour officer and what are the functions of a labour officer. So, Section 49, Subsection 1 and Subsection 2 of the Factories Act 1948 specifies that every factory wherein 500 or more workers are ordinarily employed, at least one welfare officer must be appointed. Where the number of workers are in excess of 2,500, the assistant or an additional welfare officer are to be appointed to assist the welfare officer. ഇപ്പോൾ ഒരു വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണെങ്കിൽ സെക്ഷൻ 49 സബ്സെക്ഷൻ 1-2 പ്രകാരം എല്ലാ ഇൻഡസ്ട്രിയിലും എന്തുണ്ടാകണം 500 അതിലധികമോ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ വർക്കേഴ്സിനെ 2500 കൂടുതൽ എക്സീഡ് ചെയ്താൽ, അതായത് 2500 കൂടുതൽ എക്സീഡ് ചെയ്താൽ അഡീഷണൽ വെൽഫെയർ എണ്ണത്തിനനുസരിച്ച് അഡീഷണൽ വെൽഫെയർ ഓഫീസേഴ്സോ അസിസ്റ്റൻറ്റ് വെൽഫെയർ ഓഫീസേഴ്സോ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സെക്ഷൻ 49 സബ്സെക്ഷൻ 1 and 2 പ്രകാരം 500 അധികമോ വർക്കേഴ്സുള്ള ഒരു സ്ഥാപനത്തിൽ വെൽഫെയർ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കണം. ഈ വർക്കേഴ്സിൻ്റെ എണ്ണത്തിൽ, അതായത് 2500 കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് അഡീഷണൽ വെൽഫെയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് അഡീഷണൽ വെൽഫെയർ ഓഫീസേഴ്സ് ആ സ്ഥാപനത്തിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. So the next is functions of labor welfare officer. There are 3 types of functions, or we can say the labor welfare function, labor administration function and the labor relation function. അപ്പോൾ 3 രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് ഒരു ലേബർ വെൽഫെയർ ഓഫീസർ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് ലേബർ വെൽഫെയർ ഫങ്ഷൻ, 2 ലേബർ അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻ and the third is labor relation functions. So first we can see labor welfare functions. Here, the labor welfare officer gave advice and assistance in implementing legislative and non-legislative provisions. അപ്പം ഇതിനകത്ത് ആദ്യത്തെ ഫംഗ്ഷൻ ലേബർ വെൽഫെയർ, അതായത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. സോ ദേ ഗീവ് അഡ്വൈസ് ഓർ അസിസ്റ്റൻസ് ഇൻ ഇംപ്ലിമെൻറ്റിങ്, അതായത് നിയമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊവിഷൻസിനോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, വർക്കിംഗ് കണ്ടീഷൻ, സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ്, recreation, welfare amenities, workers education, then services like cooperative grain shop, housing cooperatives, then formation of welfare committees, housing, and the last is implementation of welfare acts. ഇപ്പം ആദ്യം പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ കേസിൽ ഇപ്പം പ്ലാൻ ലെവലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് വേണം? സേഫ്റ്റി മെഷേഴ്സ് വേണം. അതുപോലെ അവരുടെ ആരോഗ്യം ഇല്ലേ, അവർക്ക് അതിൻ്റേതായ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഇല്ലേ, ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് നോക്കിയിരിക്കണം. സെക്കൻഡ് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻസ് ഇല്ലേ, ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ഓർഗനൈസേഷൻ്റെ ക്ലൈമറ്റ് ഒരു എൻഡ്യൂസീവായിട്ട് അല്ലെങ്കിൽ കൺഡ്യൂസീവായിട്ട് അവർക്ക് ചേരുന്ന രീതിയിൽ, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്റേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അല്ലെങ്കിൽ അവർക്ക് നല്ല പ്രോപ്പർ ലൈറ്റ്നിങ്, വെന്റിലേഷൻ, അങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ്, അറിയാമല്ലോ, ഓർഗനൈസേഷൻ യൂറിനൽസ്, ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലീനിനെസ്, നല്ല വൃത്തിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഫോർത്ത് ഇസ് റിക്രിയേഷൻ. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, അവർക്ക് ജോലി കഴിഞ്ഞിട്ട് അവർക്ക് ഉല്ലസിക്കാനുള്ളൊരു അവസരം, അതായത് പോലീസുകാർക്കോ അങ്ങനെയൊക്കെയുള്ളവർക്ക് ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ജോലി കഴിഞ്ഞിട്ട് അവർക്ക് അല്പസമയം ഒരു ഉല്ലാസം അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി, അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ റിക്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെൽഫെയർ അമ്യൂണിറ്റീസ്, ഇതുകൂടാതെ അവർക്ക് കിട്ടേണ്ട ചില അമ്യൂണിറ്റീസുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ വർക്കേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ അല്ലേ, ജോലിയിലിരിക്കെ തന്നെ അവർക്ക് തുടർന്ന് പഠിക്കണം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സർവീസസ് ലൈക്ക് കോപ്പറേറ്റീവ് ഗ്രെയിൻ ഷോപ്പ്, നമുക്ക് തന്നെ അറിയാം ചില സ്ഥാപനങ്ങൾക്ക് അവരുടേതായ കോപ്പറേറ്റീവ് സ്റ്റോറുകളുണ്ട്. ഇപ്പോൾ പോലീസുകാർക്കുണ്ട്, മിലിറ്ററിക്കാർക്ക്, അപ്പോൾ അങ്ങനെയൊക്കെ കോപ്പറേറ്റീവ് സ്റ്റോറിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെ കാട്ടി അവർക്ക് എന്ത് ചെയ്യാം? പൈസ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഗ്രെയിൻ ഷോപ്പുകൾ, ഇതൊക്കെ വെൽഫെയർ ഓഫീസിന് ഉത്തരവാദിത്തമാണ് ഓർഗനൈസേഷൻസും ചെയ്തു കൊടുക്കുക. പിന്നെ ഫോർമേഷൻ ഓഫ് വെൽഫെയർ കമ്മിറ്റീസ് ഉണ്ട് അല്ലേ. ഓർഗനൈസേഷനകത്ത് തന്നെ എന്ത് ചെയ്യാം, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി ഫോം ചെയ്യുക.
പിന്നെ ഒരു ഹൗസിങ്, ചിലപ്പോൾ നമുക്ക് എന്താണ് അവർക്ക് തന്നെ ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ദൂരെ നിന്നൊക്കെ വന്ന് താമസിക്കുന്നവരാണെങ്കിൽ ഓഫീസിനോട് ചേർന്ന് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നേരത്തെ ജോലിക്ക് വരാനും ആബ്സെൻറ്റീസ് ഒഴിവാക്കാനുള്ളൊരു ചാൻസാണ്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വെൽഫെയർ ആക്ട്സ്. ഇതെല്ലാം കൂടാതെ ഈ പറഞ്ഞ വെൽഫെയർ ആക്ട്സ് എല്ലാം അല്ലെങ്കിൽ വെൽഫെയർസ് എല്ലാം അതാത് സമയത്ത് ഇൻഡസ്ട്രിയിൽ എന്താണ് അപ്ലൈ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതായത് ഇൻഡസ്ട്രിയിൽ പുറമേ പറയുമ്പോൾ ഇത്രയും വെൽഫെയർ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയാസമയങ്ങളിൽ എംപ്ലോയീസിന് ഈ വെൽഫെയർ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ലേബർ വെൽഫെയർ ഓഫീസർക്കാണ്. So I think you are clear with the point, that is labor welfare function. So it is an advice and assistance in implementing legislative and non-legislative provisions relating to health and safety, working conditions, sanitation and cleanliness, recreation, welfare amenities, workers' education, and so implementation of welfare acts, etc. So next is labor administration functions. So these may cover organizational discipline, safety and medical administration, wage and salary administration, and the fourth is administration of legislation covering industrial relations. അപ്പം ഈ രണ്ടാമത്തെ ഫങ്ഷൻസ് പറയുന്നത് എന്താണ്, ലേബർ അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻസ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഫസ്റ്റ് ഇസ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിൻ്റെ ഡിസിപ്ലിൻ, എപ്പോൾ വരണം എപ്പോൾ പോകണം, അവിടുത്തെ എന്താണ് ഡിസിപ്ലിനറി മെഷേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യണം ചെയ്യേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലേബർ വെൽഫെയർ ഓഫീസേഴ്സിൻ്റെ ഒരു പോളിസി നിശ്ചയിക്കാം. പിന്നെ സേഫ്റ്റി ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലേ, ചിലപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഫെസിലിറ്റി, ഇതെല്ലാം തന്നെ എന്താണ് സമയാസമയങ്ങളിൽ വെൽഫെയർ ഓഫീസർ ചെയ്തു കൊടുക്കുക. പിന്നെ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, അതായത് ഓർഗനൈസേഷനകത്ത് വരുന്ന വർക്കേഴ്സിൻ്റെ വേജോ അല്ലെങ്കിൽ സാലറിയോ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മാസങ്ങളിൽ കറക്റ്റ് കാൽക്കുലേഷനിലൂടെ അവരുടെ കൈകളിൽ എത്തിക്കുക. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ വേജ് ആൻഡ് ഇപ്പോൾ ടൈം റേറ്റ് ആണോ പീസ് റേറ്റ് ആണോ, അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് വെൽഫെയർ ഓഫീസറാണ് കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ദ ഫോർത്ത് ഇസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലെജിസ്ലേഷൻ കവറിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതുകൂടാതെ ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതായത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റും വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്മൂത്താണോ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനും വർക്കേഴ്സും തമ്മിൽ, ട്രേഡ് യൂണിയനും മാനേജ്മെൻറ്റും തമ്മിൽ ഇവരെല്ലാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് അവർ ശരിയായ രീതിയിൽ ഒരു ഹാർമോണിയസ് അറ്റ്മോസ്ഫിയർ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ ഇല്ലേന്ന് അറിയേണ്ടത് ഒരു വെൽഫെയർ ഓഫീസറുടെ ജോലിയാണ്. സോ ദ സെക്കൻഡ് ഫങ്ഷൻ ഇസ് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻ. ഇറ്റ് കവേഴ്സ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ, safety and medical administration, wage and salary administration, and the fourth is administration of legislation covering industrial relation. Then we go for the third one, that is labor relation functions. So these may consist of administration of standing orders, settlement of grievances, settlement of disputes through statutory procedures, then trade unions and union management relation, and the last is step to increase protective efficiency. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ലേബർ റിലേഷൻ ഫങ്ഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നതും ഈ പോളിസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും ആരാണ്, ഒരു ലേബർ വെൽഫെയർ ഓഫീസർ ആയിരിക്കണം. രണ്ടാമത് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഓഫ് ഗ്രിവൻസ്. നമ്മൾ ഓൾറെഡി ഗ്രിവൻസ് പറഞ്ഞു അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ സെറ്റിൽ ചെയ്യണം ഒരു എന്താണ് വെൽഫെയർ ഓഫീസർ എന്ന നിലയിൽ. അപ്പം ഒരു വെൽഫെയർ ഓഫീസറിൻ്റെ ഉത്തരവാദിത്തമാണ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അത് പ്രോപ്പർ പ്രൊസീജിയറിലൂടെ ആയിരിക്കണം അല്ലേ അത് സോൾവ് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് ഇസ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ത്രൂ സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീജിയേഴ്സ്. ഇനി ഒരു തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം, നിയമപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലേ. കൺസിലിയേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ, അങ്ങനെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിൽ എത്തണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, നിയമപരമായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് അത് വെൽഫെയർ ഓഫീസർ ചെയ്തു. അപ്പം തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റും വർക്കറും തമ്മിലാവാം, വർക്കേഴ്സും തമ്മിലാവാം, ട്രേഡ് യൂണിയനും മാനേജ്മെൻറ്റും തമ്മിലാവാം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനും എംപ്ലോയീസും തമ്മിലാവാം. അപ്പോൾ ഇതൊക്കെ തന്നെ തർക്കങ്ങൾ നിയമപരമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് ട്രേഡ് യൂണിയൻ ആൻഡ് യൂണിയൻ മാനേജ്മെൻറ്റ് റിലേഷനിൽ ഇൻഡസ്ട്രിയിൽ ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ ആ ട്രേഡ് യൂണിയൻസിനെ എംപ്ലോയർ അംഗീകരിച്ച് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. എന്നാൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡ് യൂണിയൻ റിലേഷൻഷിപ്പ് സ്മൂത്താണോ, ഹാർമോണിയസ് ആണോ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇതും ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ച്
ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ലേബർ വെൽഫെയറിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് ദ ഫിഫ്ത്ത് ഇസ് സ്റ്റെപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. ഇനി ഇതിനെല്ലാം കവർ ചെയ്ത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ലേബർ വെൽഫെയർ ഫംഗ്ഷൻ, ലേബർ അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ ആൻഡ് ലേബർ റിലേഷൻ ഫംഗ്ഷൻ, അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്ടിവിറ്റി നടക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ലേബർ വെൽഫെയർ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ഈ 3 ഫങ്ഷൻസ്, ദാറ്റ് ഈസ് labor welfare function, labor administration function and the labor relation function. I think you are clear with the 3 terms, that is 3 functions of a labor welfare officer. So this is the end of today's section. Hope you all understood the topic labor welfare officer and the functions of a labor welfare officer. So prepare well, study well. Thank you.